എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ ദ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്, ഇൻക്ലൂഡിംഗ് വോട്ടിംഗ് അറ്റ് ദ ഫെസിലിറ്റേഷൻ കൗണ്ടർ, വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ കൗണ്ടറിലെ അത് മൊത്തം ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിത്ത് വീഡിയോ ക്യാമറാസ് ഇൻ ദ പ്രസൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് വേണമെങ്കിൽ അവർക്ക് അയക്കാം എന്നുള്ള വിധത്തിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സീക്രസി പ്രൈവസി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു മാസീവ് എക്സസൈസ് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിംഗ് ഹോം വോട്ടിംഗ്. സോ ഇലക്ഷൻ കമ്മീഷനുടെ ഭാഗത്തിനും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ഒരു ഡിലേ എവിടെയോ വന്നിട്ടില്ല. പിന്നെ ഇനി നമുക്ക് കൗണ്ടിങ്ങിന് വെയിറ്റ് ചെയ്യാം. കൗണ്ടിങ് കാർഡിന് ശേഷം ഇൻഡെക്സ് കാർഡ് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എല്ലാ ആ ഒരു മണ്ഡലത്തിൻ്റെ എല്ലാ ചിത്രങ്ങൾ താങ്കൾക്ക് കാണാൻ സാധിക്കും. സോ താങ്ക് യു. മനസ്സിലായില്ല എന്താണത്? ആ ഇല്ല, സൈറ്റിലൊന്നും ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് എവറി 2 hours ആണ് അപ്ഡേറ്റ് ആവുന്നത്. അതിൽ ഇഷ്യൂ ഒന്നുമില്ല. വേറെ ആരോ ഷെയർ ചെയ്ത ലിങ്കാണ്, എനിക്കറിയില്ല. കാരണം നമ്മുടെ ഡേറ്റ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൺമുൻപാകെ ഉണ്ടായിരുന്നു, സ്ക്രീൻസ് എല്ലാം താങ്കൾ വന്ന് കണ്ടിട്ടുള്ളതാണ്. സോ അങ്ങനെ. സോ താങ്ക് യു. ഏത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പ്രൊവിഷണൽ ഡേറ്റ ആണ്. ഇതെല്ലാം നമുക്ക് വാലിഡേറ്റ് ചെയ്യണം. കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്ത ശേഷമേ നമുക്ക് ഒരു കണക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അതിലെ എസ്പെഷ്യലി നമ്മുടെ പോസ്റ്റൽ ബാലറ്റ്സ് അടക്കം എല്ലാം വരുന്ന സമയത്ത് നമ്മൾ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ നോക്കിയത്. കാരണം എല്ലാം വാലിഡേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഇതിലെ പ്രൊവിഷൻ ആയതിനാൽ ആർക്കെങ്കിലും ഏതെങ്കിലും ചേഞ്ചസ് അവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് എസ്പെഷ്യലി അവരുടെ ഡേറ്റ ഫീഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. സോ 17C ആണ് എക്സാക്റ്റ് ആയിട്ടുള്ള കണക്കുള്ള ഒരു ഡേറ്റ. ഇതിൽ ഈസി നെറ്റിൽ വരുന്നത് പ്രൊവിഷണൽ ആയിട്ട് പറയാനുള്ള കാരണം ഇത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ ആണ്. അതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് കൊണ്ടാണ് അതിന് പ്രൊവിഷണൽ ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ ഫോം 17C എല്ലാവരുടെ കയ്യിലുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ. ഓക്കെ, സോ താങ്ക് യു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 79.63% കേരളത്തിൽ നടന്ന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ടോട്ടൽ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. പോളിംഗ് ശതമാനം 79.63 എന്ന കണക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പുതിയ പോളിംഗ് ശതമാനമാണ് കമ്മീഷൻ പുറത്തുവിട്ടത്. 79.63 എന്നുള്ളതാണ് കണക്ക്. അതേസമയം പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും കണക്കാക്കിയിട്ടില്ല എന്നാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പറയുന്നത്. മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ, അവശ്യ സർവീസിലെ ജീവനക്കാർ എന്നിവരുടെ പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റുകൾ പൂർണ്ണമായും കണക്കാക്കിയിട്ടില്ല. സർവീസ് വോട്ടർമാരുടെ എണ്ണമെന്ന് പറയുന്നത് 53,984 അപ്പോൾ ഇതിൽ ആരൊക്കെ എത്ര ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടെ രേഖപ്പെടുത്താനുണ്ട്. ആ വോട്ടുകൾ കൂടി അത്രയും ബാലറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചതിന് ശേഷമുള്ള അന്തിമ പോളിംഗ് ശതമാനം, വോട്ട് ടേൺ ഔട്ട് വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ പുറത്തുവിട്ട കണക്ക് എന്ന് പറയുന്നത് അന്തിമമല്ല, ഫൈനൽ അല്ല. 79.63 എന്നുള്ളതാണ് നിലവിലത്തെ കണക്കുകൾ. അതിൽ കൃത്യമായി എത്ര ആളുകൾ വോട്ട് ചെയ്തു, അതായത് വോട്ടിംഗ് മെഷീനിൽ എത്ര ആളുകൾ വോട്ട് ചെയ്തു എന്ന കണക്കുകൾ പറയുന്നുണ്ട്. എത്ര പുരുഷന്മാർ, അതായത് 2,12,63,942 പേരാണ് വോട്ടർ മെഷീൻ വഴി, EVM വഴി, ഇലക്ട്രോണിക് വോട്ടർ മെഷീനിലൂടെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 99,40,379 പുരുഷന്മാരാണ് കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. 1,13,03,410 സ്ത്രീകൾ
വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 153 ട്രാൻസ്ജെൻഡേഴ്സാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെയും അവശ്യ സർവീസുകാരുടെയും ആ രീതിയിലുള്ള കണക്കുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ കണക്കുകൾ ഈ രീതിയിലാണ്. 53,984 സർവീസ് വോട്ട് കൗണ്ടിംഗ് ദിവസം വരെ ഉണ്ടായി. അത് നേരത്തെ പറഞ്ഞ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ വോട്ടാണ്. ആ പോസ്റ്റൽ വോട്ടുകൾ കൂടി രേഖപ്പെടുത്താനുണ്ട്. അത് കൂടി കൗണ്ട് ചെയ്യാനുണ്ട്, അതുകൂടി എണ്ണാനുണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു വെക്കുന്നത്. 60,734 ഇത്രയാണ് ഭിന്നശേഷിക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത്. 96.7% ഹോം വോട്ടുകൾ. 32,172 അവശ്യ വിഭാഗം വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് വിട്ട ടോട്ടൽ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. അതും അന്തിമമല്ല എന്നാണ് രത്തൻ യു കേൽക്കർ പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയും വരാനുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ടുകൾ വരാനുണ്ട്. ആ വോട്ടുകൾ കൂടി എണ്ണി തിട്ടപ്പെടുത്തിയാൽ മാത്രമേ അത് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലപ്രഖ്യാപനം പ്രഖ്യാപിക്കുന്ന ദിവസം മാത്രമേ അത് വരാനുള്ള സാധ്യതയുള്ളൂ എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അമംഗ്സ്റ്റ് പോളിംഗ് ഒഫീഷ്യൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 96.37% നമുക്ക് മൊത്തം വോട്ടിംഗ് വന്നതായിട്ടാണ് നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു കണക്ക്. സോ ഈ കണക്കെല്ലാം വരുന്നത് റിട്ടേണിംഗ് ഓഫീസേഴ്സ് DO വഴി നമുക്ക് കിട്ടുന്ന കണക്കുകളാണ്. സോ അതാണ് ഇപ്പോൾ നമ്മുടെ മൊത്തം ഈ പോസ്റ്റൽ ബാലറ്റ്സ് വഴി വന്നിട്ടുള്ളത്. ഏകദേശം 3,68,193 ഇത്രയാണ് നമുക്ക് പോസ്റ്റൽ വോട്ട്സ് വഴി വന്നിട്ടുള്ള വോട്ട്സ്. സോ ഇത് ഏകദേശം നമുക്ക് ഈ മൊത്തം പോസ്റ്റൽ വോട്ട്സ് മൈനസ് ഈ പോസ്റ്റൽ വോട്ട്സിൽ ഒരു കാറ്റഗറി പോയിട്ടുള്ളത് സർവീസ് വോട്ടേഴ്സ് ആണ്. അതിന് നമുക്ക് വരാനുണ്ട്. സോ ഏകദേശം 79.63% is the provisional percentage of voting in Kerala, including 17C വരെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാം കൊളക്ട് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. സഫാൻ VP തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഫാൻ, തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ. വിനിഷ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പോസ്റ്റൽ വോട്ടിൻ്റെയും ഹോം വോട്ടിൻ്റെയും ശതമാന കണക്കുകൾ അടക്കം പുറത്തുവിട്ടിരുന്നു. അത് കൂട്ടിയതിലുള്ള അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ശതമാന കണക്കാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 79.69% ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അപ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് ഈ കണക്ക് അന്തിമമല്ല. അതിനുശേഷം സർവീസ് വോട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ സർവീസ് വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയതിന് ശേഷമുള്ള അന്തിമ കണക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ കണക്ക് എപ്പോഴാണ് വരിക എന്നുള്ള ചോദ്യത്തിന് അത് കൗണ്ടിങ്ങിന് ശേഷം മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം 78.27% എന്ന കമ്മീഷൻ നേരത്തെ പുറത്തുവിട്ട കണക്ക്, ഇന്നടക്കം അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കണക്ക് കമ്മീഷൻ കൗണ്ടിംഗ് ദിനം തന്നെ അവരുടെ ECI നെറ്റ് ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും പ്രസിദ്ധീകരിച്ച കണക്കാണ്. ആ കണക്കുമായി ബന്ധപ്പെട്ടായിരുന്നു കൺഫ്യൂഷൻ. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ടോട്ടൽ കൗണ്ട് ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുമായി ബന്ധപ്പെട്ടൊക്കെ കണക്കെടുക്കാൻ വരെ പ്രയാസമുണ്ടായിരുന്ന ഒരു കണക്കായിരുന്നു അത്. എന്നാൽ ഈ ടോട്ടൽ പോൾ ബൂത്തിലെത്തിയ ആളുകളുടെ കണക്ക് വരെ ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൽ 2.12 കോടി വോട്ടർമാരാണ് ഇത്തരത്തിൽ പോളിംഗിലെത്തി വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റിൻ്റെയും ഹോം ബാലറ്റിൻ്റെയും കണക്ക് കൂടി പ്രസിദ്ധീകരിച്ച് അതിന് ടോട്ടലായിട്ടുള്ള കണക്ക് കൂടി പറയുകയാണ് കമ്മീഷൻ. അപ്പോഴും കമ്മീഷൻ എടുത്തു പറയുന്നത് ഇത് അന്തിമ കണക്കല്ല, ഇത് ഏതെങ്കിലും നിയമപരമായുള്ള കോടതി വ്യവഹാരത്തിന് പോലും ഉപയോഗിക്കേണ്ട കണക്കല്ല. ആ കണക്ക് തരേണ്ടത്
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കണക്ക് തരുന്നത് കൊണ്ടാണ് ഇത്രയും ദിവസം 4 ദിവസം ഈ കണക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീണ്ടുപോയത് എന്നൊരു ന്യായീകരണമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇത്രയും നീണ്ടത് എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഉടനീളം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് നമുക്ക് അന്നേ ദിവസം ലഭിച്ച ട്രെൻഡ് അത് അന്നേ ദിവസം ഓരോ ബൂത്തിൽ നിന്നും പ്രിസൈഡിംഗ് ഓഫീസർമാർ അപ്ഡേറ്റ് ചെയ്യുന്ന ട്രെൻഡ് മാത്രമാണ്. അത് കമ്മീഷൻ ഒരിക്കലും ഒരു ഔദ്യോഗിക ഡാറ്റ ആയിട്ട് കണ്ടിട്ടില്ല. ഔദ്യോഗിക ഡാറ്റ എന്ന നിലയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു കണക്ക് വരണമെങ്കിൽ കൗണ്ടിങ് കഴിയണം എന്നുള്ളൊരു വിശദീകരണമാണ് ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ വിനിഷ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം ഇന്നത്തെ ചോദ്യമുയർന്നു. അപ്പോഴും പറയുന്നത് അർഹതപ്പെട്ട എല്ലാവർക്കും ഉദ്യോഗസ്ഥർക്കടക്കം വോട്ട് ചെയ്യാനുള്ള അവസരം ഈ പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കടക്കം നിരത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സർവീസ് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ള പരാതികൾ, അതായത് ഇപ്പോൾ കേരളത്തിൽ ബൂത്തിലെത്തിയ ഇതിന് അനുപാതികമായിട്ട് സർവീസ് സംഘടനകൾക്ക് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കോടതിയിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് താൻ മറുപടി പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് അതിന്റെ നിയമപരമായി തന്നെ പോകട്ടെ എന്നുള്ളൊരു വിശദീകരണമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും നേരത്തെ പുറത്തുവിട്ടതിനേക്കാൾ ഒരു കൂട്ടിയ കണക്ക് ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിടുന്നു. ഇതൊരു അന്തിമ കണക്കല്ല എന്ന് വിശദീകരണവും നൽകുന്നു.